പൂച്ചയും പൂച്ചക്കുഞ്ഞും പട്ടിയും പട്ടിക്കുഞ്ഞും അല്ലേ, ഇങ്ങനെ ഓരോ ജീവികളെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. എനിക്കും ഇഷ്ടമാണ്. പക്ഷേ അവരുടെ ലോകത്തു നിന്ന് അവരെ കൊണ്ടുവന്ന് നമ്മുടെ ലോകത്ത് വളർത്തുന്നതിൽ എനിക്ക് താല്പര്യമില്ല. അതാണ്. അപ്പോൾ അവർക്കും ഉണ്ട് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ, നമ്മൾ എന്തെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ അവരുടെ ലോകത്ത് അവരും ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നടന്ന ഒരു പട്ടി ഉണ്ടായിരുന്നു. അത് പ്രസവിച്ച് 5 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഒരെണ്ണം ഇതുവഴി പോയ ഒരാൾ വണ്ടി ഇടിച്ച് അതിനെ കൊന്നു. പിന്നെ 1-2 ഇങ്ങനെയൊക്കെ ചത്തുപോയിട്ടുണ്ട്. ഇനിയിപ്പോൾ 2-3 എണ്ണമൊക്കെ ഉള്ളൂ. ഇന്ന് അതും കുറഞ്ഞിട്ടുണ്ടെന്നൊന്നും ആ പട്ടിയാണെന്നറിയത്തില്ല. അപ്പുറത്തെ ഒരു വീട്ടിലെ കൂടിനകത്ത് കിടന്ന് ഭയങ്കര കരച്ചിൽ. ഇനി അതുകൂടെ ഉള്ളോ എന്താണെന്നറിയില്ല. അത് പറയുമ്പം കിടന്ന് രാവിലെ ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം അവിടെ മറ്റൊരു ടീച്ചർ പഠിപ്പിക്കാൻ വരുന്നുണ്ട്. അപ്പം ടീച്ചർ ഇന്ന് എനിക്ക് 10-നും 8-നും ആയിരുന്നു ക്ലാസ്. അപ്പോൾ പറഞ്ഞ് അതിലൊരു കൊച്ചൻ മിക്ക ദിവസം രാവിലെ ആയതുകൊണ്ട് അവൻ വരത്തില്ല, എഴുന്നേക്കും താമസിക്കും. അത് 10-ലുള്ളവരും പറയും. അപ്പോൾ ഇത് 8-ലുള്ള കൊച്ചൻ വരത്തില്ല. അങ്ങനെ ഒരു പറഞ്ഞപ്പോൾ ടീച്ചർ ഇന്ന് എന്തായാലും അവൻ വരും. എന്നുവെച്ചാൽ എന്താ കാര്യം? അത് ടീച്ചർ പൂച്ചയെ കൊണ്ട് കൊടുക്കാമെന്ന്. ഞാൻ പറഞ്ഞു പൂച്ചയോ? അത് ടീച്ചറിൻ്റെ പൂച്ചയുടെ ഇതുണ്ട് കൊടുക്കുന്നുണ്ടോ? അല്ല, ടീച്ചറിൻ്റെ വീട്ടിൽ പൂച്ച ഉണ്ടായിരുന്നു. അത് പ്രസവിച്ച് കുറേ പിള്ളേരുണ്ട്. അപ്പോൾ ഇവന് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇവന് കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ക്ലാസ് കഴിഞ്ഞപ്പോൾ ടീച്ചർ പോയി. ഇവർക്ക് കുറച്ച് സമയം കൂടെ എടുത്ത്. അപ്പോൾ ടീച്ചർ പോയിട്ട് തിരിച്ചു പൂച്ചക്കുഞ്ഞുങ്ങളുമായിട്ട് വന്ന്. അപ്പോൾ 4 പേരുണ്ട്, 4 പിള്ളേരുണ്ട്, 4 പൂച്ചക്കുട്ടികളുണ്ട്. അതിൽ ഒരാൾക്ക് ഒരാൾ 2 എടുത്തു, ഒരാൾ 1 എടുത്തു. അപ്പോൾ പിന്നെ 1 കൂടെ ഉണ്ട്. ഇതിനെയാണെങ്കിൽ ഒരു പെങ്കൊച്ചുണ്ട്, അതിന് വേണം. എനിക്ക് പൂച്ചക്കുഞ്ഞിനെ വേണേന്ന് അതിട്ടില്ല എവിടെയും. അതിന് ഭയങ്കര ഞാൻ പറഞ്ഞെങ്കിൽ താൻ കൊണ്ടുപോകും. അല്ല, ഇതിനെയും കൊണ്ട് എന്നെ വീട്ടിൽ തല്ലും, എന്നെ വീട്ടിൽ കയറ്റത്തില്ല. ഞാൻ പറഞ്ഞ അങ്ങനെ വീട്ടിൽ കയറ്റത്തില്ലെന്ന് പറയുകയാണെങ്കിൽ പിന്നെ നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ, കൊണ്ടുപോയിട്ട് കാര്യമില്ല. കാരണം കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനെ നല്ല രീതിയിൽ വളർത്തണം, അല്ലെങ്കിൽ പിന്നെ അതിനെ കൊണ്ടുപോകരുത്. അതതിൻ്റെ അമ്മയായിട്ട് ടീച്ചറിൻ്റെ വീട്ടിൽ വളരട്ടെ. അപ്പോൾ 1 അധികം വന്ന്. ഞാൻ പറഞ്ഞു 1 പോകുമ്പോൾ അതല്ല ടീച്ചറെ, വീട്ടിൽ വേറെ 2 കൂടെ ഉണ്ട് ഇതിൻ്റെ അമ്മയൊക്കെ. ഞാൻ ഓർക്കും ചെയ്ത് ടീച്ചറിനെ. അപ്പം ടീച്ചറാണെങ്കിൽ ഈ പിന്നെ പൂച്ചയെ ഇങ്ങനെ തോളത്തൊക്കെ ഇരുത്തുന്ന, അതങ്ങനെ വലിഞ്ഞ് കയറുന്ന. അപ്പോൾ ഒരു പൂച്ചയ്ക്കാണെങ്കിൽ നീല കളറിലെ കണ്ണ്, അതെന്താണെന്നറിയത്തില്ല. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പിള്ളേരൊക്കെ ഭയങ്കര സന്തോഷം. ഞാനപ്പോൾ ദൈവമേ ഇതുങ്ങളെയൊക്കെ കൊണ്ടുപോയി നല്ലപോലൊക്കെ വളർത്തിയാണ്. പിന്നെ ഓരോരുത്തരുടെ ഓരോ ഇഷ്ടങ്ങളാണ്, ജീവികളോടുള്ള ഇഷ്ടങ്ങളിൽ. അപ്പം ഇവിടെ ആണെങ്കിൽ പട്ടിക്കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയുണ്ട്. ഞാനാണെങ്കിൽ ഇതുങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി റോഡിലോട്ട് വരുമ്പോൾ ഈ വണ്ടിയൊക്കെ വരുമ്പോൾ വണ്ടിക്കാർ ഹോണടിക്കും. കുറേ നേരം അവരോട് നിൽക്കും. അന്ന് കഴിയുമ്പോഴേ ഇതുങ്ങൾ മാറിപ്പോത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ഞാനവിടെ നിൽക്കുകയാണെങ്കിൽ അതിൽ വരുന്ന എനിക്കറിയാമെന്നാണ്, വേണം കൊണ്ടുപോകണം ചോദിക്കും. ഇതിങ്ങനെ എവിടെയെങ്കിലും ഒരു എടുത്തു പോയി നല്ല രീതിയിൽ വളരട്ടെ. അല്ലെങ്കിൽ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ അത് വല്ല വണ്ടിയുടെ അടിയും കയറി ഇല്ലാണ്ടാവത്തേ ഉള്ളൂ. ആ ഒരു രീതിയിലാണ് പോകുന്നത്. ആരെങ്കിലും ഇഷ്ടമുള്ളവർ കൊണ്ടുപോയി വളർത്തുന്നെങ്കിൽ വളർത്തിക്കോട്ടെ, നല്ലപോലെ നോക്കുമല്ലോ എന്ന് വിചാരിക്കും. പിന്നെ ഏതായാലും ഇനി എത്ര ഉണ്ടെന്നറിയത്തില്ല. അപ്പം എല്ലാ ജീവികളെയും സ്നേഹിക്കുക. എല്ലാവർക്കും ഭൂമിയിൽ അവകാശമുണ്ട്. ഇതാണ് പറഞ്ഞ് ഞാൻ വന്നത്. ഞാൻ വൈകിട്ട് എൻ്റെ കുട്ടികളോട് പറഞ്ഞേ, ഇന്ന് വൈകുന്നേരം ഞാനിങ്ങനെ ന്യൂസ് വെച്ചപ്പം 2 കുട്ടികളിങ്ങനെ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരാളെ കിട്ടി, എടുത്തപ്പം ജീവനുണ്ടായിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പം മരിച്ചുപോയി. ഒരാളെ ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു ഞാൻ പോകുന്ന സമയത്ത്. അപ്പം ഞാൻ വന്നു കഴിഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാനിന്ന് കുട്ടികളോട് പറഞ്ഞു, അപ്പോൾ കൊച്ചു കുട്ടികളാണല്ലോ, ഞാൻ പറഞ്ഞു ഇങ്ങനൊരു ന്യൂസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം നിങ്ങൾ കുഞ്ഞുങ്ങളാണ്, നിങ്ങൾക്കറിയില്ല. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ പറയും വാടാ വെള്ളത്തിൽ കളിക്കാം, ഒരു കുഴപ്പമില്ല, എനിക്ക് നീന്തൽ അറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ വിളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യും, നിങ്ങളെ പ്രേരിപ്പിക്കും. പക്ഷേ നിങ്ങളൊന്നും അപ്പം പോവരുത്. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ അപ്പോൾ സൈക്കിളിലായാലും ചിലർ സർക്കസ് കാണിച്ചാണ് സൈക്കിളിലോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും പാടില്ല
എല്ലാം ശ്രദ്ധിച്ചും കണ്ടുമൊക്കെ വേണമെന്ന് പറഞ്ഞപ്പം കുട്ടികൾക്കത് ഭയങ്കര ഇൻട്രസ്റ്റായിട്ട് പറഞ്ഞു. അപ്പം കഴിഞ്ഞ ദിവസം ഇവിടെ അടുത്തൊരാളിങ്ങനെ വലിയൊരു മനുഷ്യന് അപ്പം ഇങ്ങനെ വെള്ളത്തിൽ വീണ് മരിച്ചായിരുന്നു. അപ്പോൾ ഇപ്പം എല്ലായിടം വെള്ളമൊക്കെ നിറഞ്ഞ് കിടക്കുകയല്ലേ. അപ്പം നമ്മൾ അറിയുമ്പോൾ നമുക്ക് ഒന്ന് പറയണമെന്നുള്ള ഒരിത്. അപ്പോൾ അവരെല്ലാം വലിയ കാര്യമായിട്ടൊക്കെ ടീച്ചറെ ഇല്ല ടീച്ചറെ ഞങ്ങൾ ശ്രദ്ധിക്കാം എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. അതെല്ലാവരും കുട്ടികളോട് അതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. പിന്നിപ്പം പരീക്ഷയുടെ സമയമായിട്ടുണ്ട്, അതുകൊണ്ട് ഇച്ചിരി ഒന്ന് ടൈറ്റ് ചെയ്ത് കുട്ടികളോട് പഠിക്കുന്ന കാര്യമൊക്കെ ഒന്ന് പറയുക. അതൊക്കെയാണ് പറയാനുള്ളത്.